ശ്രീ ജോജി കോലഞ്ചേരി, അങ്ങൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്. സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്. ഈ കാലഘട്ടത്തിൽ സഭ കടന്നു പോകുന്ന സമാനതകളില്ലാത്ത പല പ്രതിസന്ധികളും കടന്നു വരുന്നുണ്ട്. ഇപ്പം സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള അറ്റാക്സ്, കക്കുകളി പോലുള്ള നാടകം നമുക്കറിയാം. ഈ ഞായറാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കുവാനുള്ള ശ്രമങ്ങൾ, പാഠപുസ്തകത്തിൽ നിന്നും ക്രൈസ്തവരുടെ സംഭാവനകൾ എടുത്തു മാറ്റുന്നു. അമൽജ്യോതി സംഭവം, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ, ഒപ്പം തന്നെ 80-20 വിഷയം ഒക്കെ നമുക്കറിയാം. ദിനംതോറും പല വിഷയങ്ങളും ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഇത്തരം വിഷയങ്ങൾ സഭ നേരിടുമ്പോൾ, സമുദായം നേരിടുമ്പോൾ, ഒരു ക്രൈസ്തവ യുവജനത എപ്രകാരമായിരിക്കും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കേണ്ടത്? പ്രത്യേകിച്ച് അങ്ങയുടെ പല പോസ്റ്റുകളും, വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല വിഷയങ്ങളിലും പല ശ്രദ്ധേയമായിട്ടുള്ള പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങ് എഴുതിയിട്ടുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അങ്ങ് നടത്തുന്നുണ്ട്. ആ ഒറ്റ ഒരു പ്രതികരണത്തിലൂടെ പലപ്പോഴും ആ ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്തരം സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ സഭ നേരിടുമ്പോൾ യുവജനങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണിക്കേണ്ട ഒരു ജാഗ്രത, ഒരു പ്രതികരണം എപ്രകാരമായിരിക്കും? പലപ്പോഴും പല യൂത്തിൻ്റെയൊക്കെ ഒരു ചിന്ത ഇതാണ്: ഞാനൊരു കമൻറ്റ് ഇട്ടു, അത് എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്നൊക്കെ ഒരു നിസ്സംഗത മനോഭാവത്തിലേക്ക് നമ്മുടെ പല ക്രൈസ്തവ യുവജനതയും കടന്നു പോകുന്നു. അങ്ങയുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് പറയാനുള്ളത്, ശ്രീ ജോജി? അപ്പം ഞാനൊക്കെ ഇതില് പ്രതികരിച്ച് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല കാര്യങ്ങളും, സത്യമല്ലാത്ത കാര്യങ്ങൾ സഭയുടെ പേരിലും അല്ലെങ്കിൽ പുരോഹിതരുടെ പേരിലും ഒക്കെ പടച്ചു വിടുമ്പോൾ ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അവര് പൊതുവെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, ഞാനെന്തിനാ പറയുന്നത്, ശരിയാകുമ്പോൾ ശരിയാകട്ടെ എന്നുള്ള രീതിയാണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളൊരു ഒരു തെറ്റായ ഒരു വാർത്തയുടെ അടിയിൽ ഒരു കമന്റ് കൊണ്ടാണെങ്കിലും നമ്മളൊരു സത്യം എഴുതി കഴിഞ്ഞാൽ, അപ്പൊ അത് കാണുന്ന ആൾക്കാർക്ക് അവരൊന്ന് ചിന്തിക്കും, ശരിയാണല്ലോ, ഇയാൾ എഴുതിയും ശരിയാണല്ലോ, അതിലും കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ അവിടെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വിശ്വാസികളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ പ്രചാരത്തിലുള്ള കാലമാണല്ലോ. അപ്പൊ നമുക്ക് അത് ദൈവമായിട്ട് തന്നെ ഒരുക്കി തന്ന ഒരു വഴിയാണ് കാര്യങ്ങൾ. കാരണം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതലും കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആളിലേക്ക് എത്തുന്നത്. മറ്റ് മീഡിയ ആണെന്ന് പറഞ്ഞാൽ പത്രങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വാർത്തകൾ മാത്രമേ അവർ ജനങ്ങളെ കേൾപ്പിക്കുകയുള്ളൂ, കാണാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ സേവ്യർ ഖാൻ വട്ടായലച്ചന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് അച്ഛൻ പറയുന്നത്, സുവിശേഷ വേല അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് വചനം പ്രസംഗിക്കുക മാത്രമല്ല, പക്ഷെ വചനം പറയണം, നമ്മൾ വചനം പറയുന്നത് ദൈവ ശുശ്രൂഷ തന്നെയാണ്. പക്ഷെ തെറ്റായ ഒരു കാര്യത്തിനെതിരെ അല്ലെങ്കിൽ ഒരു അസത്യത്തിനെതിരെ നമ്മളാൽ ആവുന്ന വിധം ആ സമയത്ത് പ്രതികരിക്കുക. അതൊരു കമന്റ് കൊണ്ടാവട്ടെ, ഒരു പോസ്റ്റ് കൊണ്ടാകട്ടെ, ഈവൻ നമ്മൾ ഒരു സത്യത്തെ, ഒരു തെറ്റായ ഒരു കാര്യത്തിനെതിരെ ഒരാൾ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, ഈവൻ നിങ്ങൾ കമന്റ് എഴുതണ്ട, അദ്ദേഹത്തിന് ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് ഒരു പ്രോത്സാഹനം കൊടുത്താൽ പോലും അതൊരു ദൈവ ശുശ്രൂഷ തന്നെയാണെന്നാണ് അച്ഛൻ പറയുന്നതും. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു ചെറിയൊരു നിങ്ങളുടെ ഒരു പ്രവൃത്തി പോലും അവർക്ക് പ്രചോദനമാണ്. കാരണം ഞാനത് പറയാൻ കാരണം, ഈ അലോകയുടെ വിഷയത്തില് ഞാൻ അലോകയുടെ പിതാവിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എടുത്തപ്പോഴേ അവർ പറഞ്ഞു, അവർക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഒന്ന് വിളിച്ചൊരു സപ്പോർട്ട് കൊടുത്തപ്പോൾ അലോകയാണല്ലോ സംസാരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ഫോൺ വിളിയിലൂടെ ഒക്കെ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു കാര്യം എഴുതുമ്പോൾ, ഒരു അസത്യത്തിനെതിരെ, സഭയ്ക്കെതിരെയുള്ള ഒരു വാർത്തയ്ക്കെതിരെ, തെറ്റായ കാര്യത്തിന്, നമ്മൾ ഒരിക്കലും, ഞാൻ പറയുന്നില്ല തെറ്റിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷെ ശരിയല്ലാത്തൊരു കാര്യം സഭയ്ക്കെതിരെ പടച്ചു വിടുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊരു കമന്റെങ്കിലും ഇട്ട് നമ്മൾ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാരണം കാലം മാറി. സഭ ഇതിനെ വർഗീയവൽക്കരിച്ചു എന്ന് പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഇവരുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ അലോകയെ പോലുള്ള മിടുക്കി കുട്ടികൾ പ്രതികരിച്ചപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വന്ന് പ്രതികരിച്ചപ്പോഴാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ വർഗീയ കാർഡ് ഇറക്കി എന്ന് പറഞ്ഞ ഒരു ആരോപണം നമുക്കെതിരെ ഉന്നയിക്കുന്നത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ലോകത്തെമ്പാടും ചെല്ലാൻ എളുപ്പമാണ്. വിത്തിൻ സെക്കൻഡ്സ്
തെറ്റ് പ്രചരിപ്പിക്കപ്പെടും. അപ്പൊ അതിനെതിരെ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതികരിക്കാവോ അത്രയും പെട്ടെന്ന് പ്രതികരിച്ച് നമ്മളാൽ ആവുന്ന വിധം ആ പോസ്റ്റിന്റെ അടിയിൽ തന്നെ ഒരു കമന്റ് ഇടുകയാണെങ്കിലും അത് വായിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു മാറ്റം തന്നെ വരുത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനെല്ലാവരും ശ്രമിക്കണം. കാരണം നമ്മുടെ ഒരു നിസ്സംഗത മനോഭാവം മാറ്റിവെച്ച് അല്ലെങ്കിൽ മതസൗഹാർദ്ദം തകരും, മതേതരത്വം തകരും എന്നൊന്നും ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം കേരളത്തിൽ മതസൗഹാർദ്ദവും മതേതരത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിച്ചു നിർത്തുക, അവർക്കെതിരെ ഒന്നും പറയാതിരിക്കുക, ഇതാണ് കേരളത്തിലെ മതേതരത്വവും മതസൗഹാർദ്ദവും. അതിനെ നമ്മൾ താങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ സത്യത്തിനെതിരെ നമുക്കെതിരായിട്ട് സഭയ്ക്കെതിരായിട്ട് നമ്മുടെ സ്ഥാപനത്തിനെതിരായിട്ട് സത്യത്തിനെതിരായിട്ട് ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. കാരണം വേറെ ആരും നമുക്ക് വേണ്ടി പ്രതികരിക്കാനില്ല. ഈവൻ പാർട്ടികൾ എടുത്തു നോക്കിയാൽ പോലും വലതുപക്ഷമാണെങ്കിലും ശരി ഇടതുപക്ഷമാണെങ്കിലും ശരി ആരാണ് ശരി, ഇന്നത്തെ കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള വാർത്തകളെ അവർ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. അതേസമയം അവരെ സൂചിപ്പിക്കുന്ന, അതായത് ഇപ്പോൾ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയോ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് പൊലിപ്പിച്ചു കൊടുത്ത് അത് മിനിറ്റിന് 5 മിനിറ്റ് വാർത്ത ഇട്ട് കഴിഞ്ഞാൽ അത് ചിലരെ സൂചിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പൊ അതൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ, അതിനെ അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ ഇനി കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ വിശ്വാസികൾ മാറിയാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ, സത്യം ആളുകൾ അറിയത്തുള്ളൂ. കാരണം ഞാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് നമ്മളൊരു ന്യൂസ് ചാനലിന്റെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ല അവരൊരു വാർത്തയുടെ അടിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അവിടെ സഭയെ തെറിവിളിക്കുന്നു, അല്ലെ അച്ഛന്മാരെ തെറിവിളിക്കുന്നു, കന്യാസ്ത്രീയെ തെറിവിളിക്കുന്നു ക്രിസ്ത്യൻ നാമധാരികളാണ്. എന്തുകൊണ്ടാണ് അവരൊക്കെ ഈ കേട്ട് പഴകിയ അല്ലെങ്കിൽ അവര് ഈ മീഡിയകളൊക്കെ പടച്ചു വിട്ടേക്കുന്ന വാർത്തകളെല്ലാം ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് സഭയെ തെറിവിളിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മുടെ ശരിയായ രീതിയിലുള്ള ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു കമന്റോ അവർക്ക് മാറി ചിന്തിക്കാൻ ഉപകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ശ്രീ ജോജി, ഇപ്പം ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ പലരും ഈ സഭയെ എതിർക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞൊരു ഭയപ്പെടുത്തി നിശബ്ദരാക്കുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഷയൊക്കെ കടമെടുക്കുകയാണെങ്കിൽ ഈ പൊങ്കാലകൾ കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ, പ്രത്യേകിച്ച് സഭയുടെ വിഷയത്തിൽ, സമുദായത്തിന്റെ വിഷയത്തിൽ? ശ്രീ ജോജി. അല്ല, അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അങ്ങനെ അവരെ പേടിച്ച് സോഷ്യൽ മീഡിയ കിടന്ന് ഒരുത്തൻ പറയുന്ന കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ പറയുന്നത് അവന്റെ മതത്തിനെതിരെയോ അവന്റെ സമുദായത്തിനെതിരെയോ അവനെതിരെയോ അല്ല. നമ്മുടെ സമുദായത്തിനെതിരെ അല്ലെങ്കിൽ സ്ഥാപനത്തിനെതിരെ വന്നൊരു തെറ്റായ വാർത്തക്കെതിരെ നമ്മൾ ശരിയായ ഒരു കാര്യമാണ് അവിടെ എഴുതുന്നത്. അല്ലാതെ അവനെ നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. പിന്നെ അവൻ സൈബർ ആക്രമണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വകവെക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വല്ലവനും പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് പോകേണ്ടത് വെക്കണം. നമ്മൾ എന്തിനാണ് അവനെ നോക്കാൻ പോണേ? അത് മൈൻഡ് ചെയ്യാതെ വിടണം. അത് മൈൻഡ് ചെയ്യുമ്പോഴാണ് ഇമാര് കൂടുതൽ കയറി അവനെ അത് ബാധിച്ചു, അതുകൊണ്ട് അവൻ പിന്മാറും എന്നുള്ളൊരു തോന്നൽ അവന് തോന്നുമ്പോഴാണ് അവൻ വീണ്ടും ആക്രമണമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ, നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. നമ്മൾ ഇതിനാണ് പേടിക്കുന്നത്. ഇമാര് സോഷ്യൽ മീഡിയ കിടന്ന് കുരയ്ക്കത്തല്ലേ ഉള്ളൂ. കാലം മാറി, പഴയ കാലമൊന്നുമല്ല. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമൊന്നുമല്ല. ആ കളിയൊന്നും നടക്കത്തില്ല ഇനി. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്ന മാത്രമേ നിനക്കൊക്കെ ഇനി പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ട ഒരു സംഭവമാണ്. ആ അലോകയുടെ പിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന് തെറി തന്നെയാണ് എഴുതുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്തെങ്കിലും സമുദായത്തിനെതിരെ പറഞ്ഞോ? അദ്ദേഹത്തിന്റെ സഭാ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോള് സംസാരിച്ച ഒരു വാർത്ത പോസ്റ്റ് ചെയ്തതിനാണ് ഈ മാതിരി കിടന്ന് വന്ന് തെറി വിളിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ അവഗണിച്ചു വിടുക. നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കേണ്ടവർ കേട്ട് അവർക്കൊരു മനമാറ്റം ഉണ്ടാകട്ടെ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമുള്ളൂ.